നമസ്കാരം ഡോക്ടർ സർ. BJP അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും സന്ദീപ് വാര്യർ, VD സതീശൻ എന്നിങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഇദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹത്തിനെ BJP അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താണ് സർ ഇദ്ദേഹത്തിനെ ഈ ഒരു സ്ഥാനത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? അഖില നമസ്കാരം. VD സതീശനും സന്ദീപ് വാര്യറും എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് BJPക്ക് അവരുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു വലിയ സംശയം. അവര് ഒരു കാരണവശാലും അംഗീകരിക്കുമല്ലോ. അത് ആദ്യത്തെ തുടക്കത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതാണ് അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരുപക്ഷെ നമ്മൾ പൊതുവെ സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടായിരിക്കും തന്ത്രപരമായി BJP എല്ലാവരിൽ നിന്നും പ്രതീക്ഷയ്ക്ക് വിഭിന്നമായി ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ BJPയുടെ ഇനിയത്തെ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചത് നമുക്കൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ബിസിനസ്സിലായാലും ശരി, ഒരാളുടെ പൊട്ടൻഷ്യൽ ആയാലും ശരി, രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന്, കറണ്ട് എസ്റ്റിമേറ്റഡ് പൊട്ടൻഷ്യൽ എന്നൊരു സങ്കല്പമുണ്ട്. ഒരാളെ നമ്മൾ ഒരു ജോലിക്ക് എടുക്കുകയാണെങ്കിൽ അയാൾ എവിടം വരെ പോകും. അതായത് ഇപ്പൊ ഒരാളെ ഉദാഹരണത്തിന് ഒരു ക്ലർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അയാൾ ഒരു മിഡ് ലെവൽ ഓഫീസ് വരെ അല്ലെങ്കിൽ ആ ലെവൽ വരെ പോകുമെന്നാണ് പൊതുവെ ഒരു സങ്കല്പമുള്ളൂ. അപ്പൊ അത് എല്ലായിടത്തും കറണ്ട് എസ്റ്റിമേറ്റഡ് പൊട്ടൻഷ്യൽ, ഇതിൽ വിശ്വസിക്കാത്ത കമ്പനികളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ വേറൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. വാട്ട് ടേക്സ് us ടു ദിസ് തിങ് വിൽ നോട്ട് ടേക്ക് us ടു ദ നെക്സ്റ്റ് ലെവൽ. അതായത് നമ്മെ ഇവിടം വരെ കൊണ്ടെത്തിച്ച എന്തോ അത് അടുത്ത തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ യോഗ്യരാവണമെന്നില്ല. ഇങ്ങനത്തെ രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ രാജീവ് ചന്ദ്രശേഖരുടെ അപ്പോയിന്റ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രിൻസിപ്പിൾസും ഇതിനകത്ത് പ്രസക്തമാണ് എന്ന് കാണാം. ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ BJPയുടെ കേരളത്തിലെ വളർച്ച ഒട്ടും മോശമായിരുന്നില്ല. അതിൽ പ്രത്യേകിച്ച് കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ 5 വർഷത്തെ റോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇനി BJPക്ക് വേണ്ടത് അടുത്ത ലെവലിലേക്കുള്ള ഒരു വളർച്ച. അതായത് നമ്മളൊരു ബൂസ്റ്റർ റോക്കറ്റ് കത്തിക്കാൻ അതിന് ആരാണ് ഏറ്റവും യോഗ്യൻ എന്നായിരിക്കണം ഒരുപക്ഷെ ഇതേക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന RSSകാരും ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന അമിത് ഷാ ആയാലും ശരി, BJPയുടെ നേതൃത്വമായാലും ശരി, മോദി ആയാലും ചിന്തിച്ചിരിക്കാം. നമുക്ക് നോക്കാം എന്താണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഇവരൊക്കെ പറയുന്നത് പോലെ അത്ര ഒരു നിസ്സാരണക്കാരനാണോ, അല്ല എന്താണ് അദ്ദേഹത്തിന്റെ കേബിലിറ്റി? ഒരുപക്ഷെ നമ്മൾ വിശദമായി സിൻസിയർ ആയിട്ട് ഒരുപക്ഷെ മലയാള ചാനലുകൾ ചർച്ച ചെയ്തില്ലാത്തതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ടെക്നോളജിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ച ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനുശേഷം ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറിൽ മാസ്റ്റേഴ്സ് എടുത്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെന്റ് പഠിച്ചു. മറ്റ് അനേക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പല കോഴ്സുകളും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ടെക്നോളജിയിലെ എക്സ്പേർട്ടാണ്. അത് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ എന്താണ് നമ്മുടെ BPL-നകത്തുള്ള റോളും ഒക്കെ നമുക്കറിയാം. സംരംഭകത്വം, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വ്യവസായിയാണ്, ബിസിനസ്സുകാരനാണ്, സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരനാണ്. ഭരണത്തെ കുറിച്ച് നമുക്ക് 2021 അദ്ദേഹം 2006 മുതൽ അദ്ദേഹം MP ആണ്. 2003 ടേം അദ്ദേഹം MP ആയിരുന്നു. 2021 മുതൽ 24 വരെ അദ്ദേഹം കേന്ദ്ര സർക്കാരിൽ IT, ഇലക്ട്രോണിക്സ്, സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയത്തിലെ ഒരു പറ്റിയ ആളെ തെരഞ്ഞെടുത്തൊന്നുമില്ല. ഈ BJPക്ക് അടുത്ത ലെവലിലേക്കുള്ള ഒരു ബൂസ്റ്റർ റോക്കറ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള അദ്ദേഹത്തിന്റെ മറ്റ് യോഗ്യതകൾ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് എല്ലാവരും പറയും ഇദ്ദേഹത്തെ കെട്ടിയിറക്കിയത്. എന്ത് കെട്ടിയിറക്കിയത്? ഞാൻ നേരത്തെ പറഞ്ഞു 3 ടേം അദ്ദേഹം കർണാടകയിൽ നിന്നാണെങ്കിൽ പോലും അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. അത് പോട്ടെ, 2024 തിരുവനന്തപുരം നടന്ന തെരഞ്ഞെടുപ്പില് അദ്ദേഹം 16,077 വോട്ടിനാണ് ശശി തരൂരിനോട് തോറ്റത്, വൈകി വന്നിട്ട് പോലും. ഇനി 2019 തരൂറിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,00,000-ന് വെറും 11 വോട്ട് കുറവാണ്. അതായത് 99,989 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ ജയിച്ചത്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 16,000 ആക്കി കുറയ്ക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അദ്ദേഹത്തിന് ജനസമ്മതി ഇല്ലായിരുന്നുവെങ്കിൽ, BJPക്കാരുടെ സപ്പോർട്ട് എടുക്കുവാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതിലുപരിയായിട്ട് പൊതുജനത്തിനെ മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം തരൂരിന്റെ ഭൂരിപക്ഷം ഇത്ര കുറയ്ക്കുവാൻ സാധിക്കുമായിരുന്നോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട്
ഒരുപക്ഷെ ഇന്നേ വരെ BJP കൊണ്ടുവരാത്ത ഒരു പുതിയ ലൈൻ, ഒരുപക്ഷെ ഏറ്റവും ശക്തനായി ഇനി മുന്നോട്ട് പോകുന്ന കാലത്ത് ഏറ്റവും ശക്തിയുള്ള നേതാവ് എന്ന ഒരു സങ്കല്പത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും തരൂരിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇനി ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിൽ ഒരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞാൽ ഈ സ്ഥിതി ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ തൽക്കാലമെങ്കിലും കേരളത്തിൽ കാര്യങ്ങൾ, ഇലക്ഷൻ ആര് നിൽക്കണം ആര് ജയിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ജാതിയും മതവും തന്നെയാണ്. അത് നമ്മളിപ്പോ ശ്രീധരന്റെ സംഭവത്തിലായാലും ശ്രീധരനെ തോൽപ്പിച്ച പാലക്കാടിന്റെ സംഭവത്തിലായാലും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരാളുടെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് മാത്രം അയാൾ ജയിക്കില്ല കേരളത്തില്. നമുക്ക് കേരളത്തില് ചില കാര്യങ്ങൾ നോക്കാം. കേരളത്തിലെ ക്രൈസ്തവരുടെ എണ്ണം 19%. ഈ പൊതുവെ ക്രൈസ്തവർ എന്ന് പറയുന്നത് എന്നും വലതുപക്ഷ, അതായത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന്റെ കീഴിലാണ് ഈ കുറച്ചേറെ നാള് മുന്നേ വരെ, ഒരു 5 വർഷത്തിന് മുന്നേ വരെ ഉറപ്പായിട്ടും അവരെ മാത്രമായിരുന്നു വിശ്വസിച്ചിരുന്നത്. പൊതുവെ ഇടതുപക്ഷത്തിലോട്ട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. BJPയോട് ഒരു ഭയവും, പ്രത്യേകിച്ച് ഒരു ഹിന്ദുത്വ ഒരു സങ്കല്പമൊക്കെ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ പറഞ്ഞു പെരുപ്പിച്ച് കേരള മാധ്യമങ്ങൾ പറഞ്ഞു പെരുപ്പിച്ചതിന് ശേഷം അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ഗോവയിലും ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയാനല്ലോ, ഫാർ ഈസ്റ്റ്, നമ്മുടെ ആസാം, ആ ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമാണ്. അവിടെയും BJPക്ക് ഇപ്പൊ ശക്തമായ സാന്നിധ്യമുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രം ഒരിച്ചിരി അകന്നു നിന്നിരുന്നു. പക്ഷെ അവരുടെ ഒരു ശതമാനം എന്ന് പറയുന്നത് 19%. എന്തുകൊണ്ടോ കേരളത്തിലെ BJP നേതൃത്വത്തെ അവർക്ക് ഭയമായിരുന്നു. ഒരു അഗ്രസീവായിട്ട് ഒരു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചതുകൊണ്ടാകാം. പക്ഷെ എന്നാലും അതിന് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ BJPക്ക് ജയിക്കുവാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് പള്ളികളുമായിട്ട് മത നേതാക്കളുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. എപ്പോഴും നമ്മുടെ മോദി ഇവിടെ വന്നിട്ട് മത നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൂടെ ഉണ്ടാകാറുണ്ട്. ഓരോ പ്രാവശ്യം അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴും ഒരു ബിഷപ്പിനെങ്കിലും പോയി കാണാറുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് BJPയോടുള്ള ഭയം ഇല്ലാതാക്കുന്ന ഒരു മുഖമാണ് രാജീവ് ചന്ദ്രശേഖരുടെ എന്നുള്ളതാണ് ഒരു വലിയ പ്രസക്തമായ കാര്യം. ഇത് വളരെ പ്രധാനമായ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഇനി അടുത്തത് ജാതി ഐക്യം. ഹിന്ദുക്കള് 55% ഉണ്ടെന്നാണ് വൈപ്പ് കേരളത്തില്. പക്ഷെ ഇത് ഇങ്ങനെ പല ജാതികളായി വിഘടിച്ച് നിൽക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ BJPക്ക് അകത്തും ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതിന്റെ ഒരു വിടവ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കേരളത്തിൽ നായന്മാരുടെ എണ്ണം ഏകദേശം 14%, ഈഴവരുടെ എണ്ണം 23% മൊത്തം ജനസംഖ്യയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ രണ്ട് ഗ്രൂപ്പിനും ഒരേപോലെ സ്വീകാര്യനായ ഒരു രാഷ്ട്രീയ നേതാവിനെ BJPക്ക് മുന്നോട്ട് വയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഒരുപക്ഷെ നായന്മാരുടെ അദ്ദേഹത്തിന് പിന്തുണ കിട്ടും രാജീവ് ചന്ദ്രശേഖർ. അതുപോലെ തന്നെ ഈഴവരുമായി വളരെ നല്ല ബന്ധം, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനുമായാലും ശരി, തുഷാർ വെള്ളാപ്പള്ളി ആയാലും ശരി, വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ 14% വരുന്ന നായന്മാരുടെയും ഈഴവന്മാരുടെയും 23% വരുന്ന ഈഴവ വിഭാഗത്തിന്റെയും പിന്തുണ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് നേടാനാകും, വിഭാഗീയതയ്ക്ക് അപ്പുറത്തേക്ക് നേടാനാകുമെന്ന് ഒരുപക്ഷെ നമ്മുടെ കേന്ദ്ര BJP നേതൃത്വം കണക്ക് കൂട്ടുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ അതുകൊണ്ട് ഒരു മൃദു സമീപനമാണ്. പൊതുവെ അദ്ദേഹത്തിന് ഒരു അഗ്രസീവ് ബിഹേവിയർ. ഈ മൃദു സമീപനം എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ സ്വീകാര്യനാകും. അപ്പൊ ഒരുപക്ഷെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച്, ഇപ്പൊ ഒരുപക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ ചെയ്താലും ഒരുപക്ഷെ മുസ്ലിം ജനവിഭാഗം തൽക്കാലം BJPയുടെ കൂടെയല്ല. പക്ഷേ ഒരുപക്ഷെ BJP മുന്നിൽ കാണുന്നത് ഇപ്പോ ക്രിസ്ത്യാനികളെ എങ്ങനെ അവരുടെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, അതുപോലെ ഒരുപക്ഷെ ദൂരവ്യാപകമായി മുസ്ലിങ്ങളെയും അവർക്ക് കോൺഫിഡൻസ് കിട്ടിക്കഴിയുമ്പോൾ BJPയെ സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ യുവതലമുറ, വളർന്നു വരുന്ന തലമുറ, ബിസിനസ് തലമുറയൊക്കെ അത് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ അങ്ങനെ ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും എന്നതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. അടുത്തത് നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തില് BJP, ഞാൻ പല സമയത്തും എനിക്ക് അവസരം കിട്ടിയപ്പോ ഇതിന്റെ നേതാക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ എന്തൊക്കെ പറഞ്ഞാലും ശരി കേരളത്തിൽ BJP പച്ച പിടിക്കാതിരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഗ്രൂപ്പിസമാണ്.
അപ്പോ അതുകൊണ്ട് ഇപ്പം കെ സുരേന്ദ്രൻ തിരിച്ചു വന്നിരുന്നാലും ശരി, ശോഭാ സുരേന്ദ്രൻ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ എം ടി രമേശ് ആയിരുന്നാലും ശരി, ഈ ഗ്രൂപ്പിസത്തിൽ വലിയ വ്യത്യാസം വരുമായിരുന്നോ എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഗ്രൂപ്പിസം അങ്ങനെ തന്നെ നിലനിൽക്കും. ഇത് കൃത്യമായിട്ട് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിനും അറിയാമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഈ മൂന്ന് പേർക്കും അല്ലെങ്കിൽ അവരുടെ ഫാക്ഷനും സ്വീകാര്യനായ രാജീവ് ചന്ദ്രശേഖരൻ. ഇപ്പൊ അത് നമുക്ക് മുരളീധരനായാലും ശരി, മുരളി ആയാലും ശരി, ഇവരെ ആരായാലും ശരി, ഇവരെല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഗ്രൂപ്പിസത്തിന് ഊരിയാണെന്നുള്ളത്. അടുത്തത്, ഒരു RSSകാരനല്ലാത്ത ആൾ, അല്ലെങ്കിൽ RSS ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ RSS കൂടി വളർന്നിട്ടില്ലാത്ത ഒരാൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. ഇത് ഒരു വലിയ മാറ്റമാണ്. ഒരു പക്ഷേ പൊതുവെ മറ്റ് ആളുകൾക്ക് RSSന് ഒരു ഭയം, ഇപ്പൊ RSSകാർക്ക് ഇല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇല്ലെങ്കിൽ ഒരു മറ്റുള്ള വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് RSSന് ഒരു ഭയം. അപ്പൊ അപ്പോഴും RSSകാരൻ അല്ലായിരുന്നിട്ട് കൂടി അവർക്ക് സ്വീകാര്യനായ ഒരാളാണ് ഈ എന്താണ് പറയുന്നത്, നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളത് RSSും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഒരു വളരെ പ്രസക്തമായ കാര്യമാണ്. അടുത്തത്, ഈ മിക്കവാറും BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വരുന്നത് ജയകുമാറോ അല്ലെങ്കിൽ RSSന് അത്ര വേണ്ടപ്പെട്ട ഒരാളോ ആയിരിക്കും. അഥവാ രാജീവ് ചന്ദ്രശേഖരന് താഴേക്കിടയിലോട്ട് വലിയ ബന്ധമില്ലെങ്കിലും ഈ ഒരു ബന്ധം വഴി, അതായത് ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നും RSSന്റെ ഒരു സ്ട്രോങ് ആളായിരിക്കാനാണ് വഴി, BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് താഴേക്കുള്ള RSSുമായിട്ടും ബാക്കിയുള്ള താഴേക്കിടയിലുള്ള ബാക്കിയുള്ള ജനങ്ങളുമായിട്ടുമുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അത്തരം ഒരു ബാക്കപ്പോടുകൂടി RSSന് കഴിയുമെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. അടുത്തത്, ഈ മോദി ഷായുമായിട്ടുള്ള കോൺഫിഡൻസ്, അതായത് അവർക്ക് ഈ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഈ BJP അധ്യക്ഷനുമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ അദ്ദേഹം ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിലായാലും ശരി, സെമി കണ്ടക്ടറുകൾ, ഡേറ്റ ബിൽ, ഈ കാര്യത്തിലൊക്കെ ഇവരുമായിട്ട് 2006 മുതൽ NDAയുടെ ഭാഗമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തില് ഡൽഹിയുടെ ഒരു സ്ട്രോങ് കണക്ഷൻ ഉള്ള, അവർക്ക് ഏറ്റവും വിശ്വാസനായ ഒരാളെ കൊണ്ടുവരുന്നു എന്നുള്ളതും വളരെ പ്രസക്തമാണ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഒരു വലിയ സ്റ്റേക്ക് ഹോൾഡർ ആണ്, റിപ്പബ്ലിക് TVയിൽ ഒരു ഇൻവെസ്റ്റർ ആണ്, ഡേറ്റാബേസ് പ്രചരണം, AI പ്രചരണം, AIയുടെ നോഹൗ, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ കൂടിയാണ്. അപ്പൊ കേരളത്തിലെ ജനത്തിന് ഏറ്റവും സ്വീകാര്യനായ വ്യക്തി, യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ, മധ്യവർഗത്തിന്റെ ഇടയിൽ, വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇടയിൽ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റിന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ ഉള്ള ഒരാളെന്ന് പറയുന്നത് ശശി തരൂർ മാത്രമാണ്. അതായത് ഒഫീഷ്യലി ഒരു സ്റ്റേച്ചർ. പക്ഷെ ശശി തരൂരിന്റെ ഏറ്റവും വലിയ പ്രശ്നം താഴേക്കിടയിലോട്ടുള്ള ബന്ധമില്ല, സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ ശശി തരൂർ ഇല്ലെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് BJPക്ക് പുറത്തുള്ള ഒരു ഗ്രൂപ്പിൽ പോലും IT മേഖലയിലായാലും ശരി, വിദ്യാർത്ഥികൾക്കിടയിലായാലും, വിദ്യാർത്ഥികൾക്ക് നോട്ടുണ്ടല്ലോ, വിദ്യാർത്ഥികൾക്കായാലും ശരി, വളരെ യങ്സ്റ്റേഴ്സിനായാലും ശരി, ഇവർക്കെല്ലാം ഏറ്റവും സ്വീകാര്യനായ ഒരാളാണ് ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇപ്പൊ BJPക്കുള്ള വോട്ട് ശതമാനത്തിൽ നിന്ന് അവരുടെ ഒരു വോട്ട് ശതമാനം 17-18 ഉള്ള വോട്ട് ശതമാനത്തിൽ നിന്ന് അവരുടെ വോട്ട് ശതമാനം 25-30 ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ 2025 വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, 2026 വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPക്ക് വലിയ നേട്ടം കൈക്കൊള്ളാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ധനസമാഹരണമായാലും ശരി, മീഡിയ ആക്സസ് ഉള്ള ഒരാളായാലും ശരി, ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ ഓണർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയിൽ പ്രചരണത്തിനുള്ള പുതിയ ടെക്നോളജി, ഡിജിറ്റൽ ക്യാമ്പയിനിങ്, മീഡിയ നറേറ്റീവുകൾ ഉണ്ടാക്കാനുള്ള ഒക്കെ കഴിവ് നമ്മൾ ഒരിക്കലും ഇപ്പൊ VD സതീശനും നമ്മുടെ സന്ദീപ് വാര്യർ എന്നും പറയുന്ന പോലെ ഒരു തള്ളിക്കളയാനുള്ള, അവർക്ക് തള്ളിക്കളഞ്ഞിട്ട് വേണം, അവഗണിക്കുകയാണല്ലോ ഏറ്റവും നല്ല മാർഗം. ഇയാൾക്ക് ഒരു കണക്ഷൻ ഇല്ല എന്ന് അവർക്ക് പറയാനുള്ളതെന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, BJPയുടെ ഒരു റീബ്രാൻഡിങ് ആണ് ഇപ്പോ കേരളത്തിൽ നടക്കുന്നത്. ഒരു റീബ്രാൻഡിങ്, ഒരു ഇമേജ്, ഈ രാജീവ് ചന്ദ്രശേഖരനുള്ള ഒരു ഇമേജ് ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ BJPക്ക് വേറൊരു മുഖം നൽകും, വേറൊരു ബ്രാൻഡ് ഇമേജ് നൽകും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പം 16.8 അവരുടെ വോട്ടിംഗ് ശതമാനം ഇപ്പോഴുള്ള കിട്ടിയിരിക്കുന്നത്. അത് ഒരു അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല 2026 സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.